ദിവ്യപൈതലെ, നീ ഓർക്കുക, നീ നിൽക്കുന്ന ഇടം ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അമ്മ ലോകത്ത് ആദ്യമായിട്ട് ഉടമ്പടി തന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. അതിലൂടെ 10,000 രക്ഷപ്പെട്ട ജീവിക്കുന്ന സാന്നിധ്യമാണ് ഇതിൻ്റെ ആസ്തി. അതുകൊണ്ട് തന്നെ നീ എന്ത് അവസ്ഥയിലായാലും നീ ഇവിടെ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ, അമ്മ നിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിന്റെ കണ്ണീരിന് ഒരു പരിഹാരം ഉണ്ടാകും. അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിനക്ക് ആമേൻ പറയട്ടെ. സ്തുതിക്കട്ടെ, 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 മനസ്സിൽ ജോലിയില്ലാത്തവരുണ്ട്. ഇന്ന് നീറ്റ് എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർ, ചില ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ ഒത്തിയിട്ടില്ല. അവരെയും ഞാനിപ്പോൾ ഓർക്കുക. ഇപ്പോൾ അവർ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അവർക്ക് പ്രവർത്തിക്കാൻ. മാതാപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തേക്ക് ചൊരിഞ്ഞ കണ്ണുനീരെല്ലാം രത്നങ്ങളായിട്ട് വരാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒഴിച്ചിടുന്ന മക്കൾ, ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ചു പോയവരുണ്ട്. കൃപാസൻ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ് ഇപ്പോഴ്. ഈ ആഴ്ച IELTS എഴുതുന്നവരുണ്ട്. അവരെ ഞാൻ ഓർക്കുന്നു. MOH, ഹാദ്, എല്ലാ പ്രൊഫഷണൽസിനെയും PSC എക്സാം വരുന്നുണ്ട്, അതും ഓർക്കുന്നു. എല്ലാവരെയും ഓർക്കുകയാണ്. ഞാൻ ഈ പ്രൊഫഷണൽസിന് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മണ്ണി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ കാണാതെ ഞാൻ വിടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരെ ഉള്ള രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. അവരൊരാളെ രക്ഷപ്പെട്ടാൽ അനിയത്തിനെ ചേട്ടത്തിനെ കല്യാണം കഴിപ്പിക്കാം, നമുക്ക് വീട് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. കടങ്ങൾ പരിഹരിക്കും, ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീരും അതിനാൽ. അതുകൊണ്ട് പ്രൊഫഷണൽസിന് എല്ലാവരും എന്തെല്ലാം തരത്തിൽ ഒരു പരീക്ഷ, ഇപ്പോൾ ബിടെക്കുകാരാണ്, അവർ കുറേ അധികം അരിയർ വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് അവരെ കൊണ്ടുവരാം. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ 20-22 അരിയർ വരെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ട് ബിടെക്കിൻ്റെ. അവരിനി എഴുതണില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, എഴുതും മോളെ, നമുക്ക് 6 വെച്ച് എഴുതാമെന്ന് പറയും. 6 വെച്ച് എഴുതാം. സിലബസ് നിൻ്റെ സിലബസ് മാറുന്ന മുമ്പ് നിന്നെ മാതാവ് കരകയറ്റി വിട്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാവരെയും പ്രൊഫഷണൽസിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വിഷയങ്ങളെ സമർപ്പിക്കുന്നു. വിജയത്തിലേക്ക് അനയിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ. സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക കടങ്ങളിൽ വീട് വിൽക്കാൻ വേണ്ടി പോണവർ, ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നവർ, വീടില്ലാത്തവർ, വീടിന് വഴിയില്ലാത്തവർ, നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്, അതും ഈശോ ഉള്ളപ്പ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതായത് വിശ്വാസത്തിൻ്റെ യാത്രയെന്ന് പറയുന്നത്, നമ്മുടെ ഓരോ യാത്രയും വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഇപ്പോൾ റിബി ടീച്ചർ എന്നാ ചെയ്യണത്, അവർ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ല. ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നു, പടുത്തു. പിന്നെ അവർ മെറിറ്റ് നഷ്ടപ്പെട്ട ആളായി മാറി. വയസ്സ് കൂടിയില്ലേ, അപ്പോൾ എന്നാ പറ്റും? 2 പ്രശ്നമാണ് റിബി ടീച്ചറിന്. റിബിച്ചിൻ്റെ സാക്ഷ്യം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ സാക്ഷ്യമെല്ലാം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ, ചില ഉടമ്പടി ബേസ്ഡായിട്ടുള്ള മുഖമുദ്രയുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഈ ടോക്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചെടുക്കുന്നത്. അപ്പോൾ റിബി ടീച്ചറിൻ്റെ പ്രോബ്ലം എന്താ?
നമുക്കത് ആ കേസ് ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കേസ് ഹിസ്റ്ററി ഇപ്പോൾ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ്. ഇതുപോലെ നമ്മുടെ സാക്ഷ്യത്തിലും ചെയ്യണത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, ധ്യാനിക്കാൻ വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. 119 സങ്കീർത്തനത്തിലെ 27 വാക്യം, നിൻ്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. ഏറ്റു പറഞ്ഞ്, നിന്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. അപ്പോൾ സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. നമ്മളത് ചെയ്യുകയാണ്. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുമ്പോൾ എന്താ കിട്ടണത്? ഒന്ന്, അവർ 17 വർഷമായിട്ട് അവർക്ക് ജോലിയില്ല. ജോലി ഇല്ലാത്തതിനെയല്ല, അവർക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചിട്ട് അവസാനം അവിടെ ഏജ് ഓവറായി, അവർക്ക് ജോലി കിട്ടിയില്ല, അവർ പിന്തള്ളപ്പെട്ടു, അവർ 0 ആയി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായപ്പോൾ ഒരു ആഗ്രഹം എന്താണ്? എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ, ഒരു സർക്കാർ ജോലി ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ അവർ ചെയ്യണത് എന്താ? അവർ ആലപ്പുഴയ്ക്ക് വണ്ടി കയറുന്നു. അതാണ് സംഭവം. ഇന്ന് മനുഷ്യൻ ചെയ്യണ കാര്യം അതാണ്. അവർ ചാലക്കുടി എന്ന് പറയുന്ന പോലെയല്ല, എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ ഓൺലൈൻ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ രാമപുരം എന്നും പറഞ്ഞൊരു മോള്, ഒരു എയർലൈൻ ഓഫീസർ സാക്ഷ്യം പറഞ്ഞ്, അവർ ഓൺലൈനോട് അവർക്കിവിടെ നിന്ന് എത്താൻ പറ്റണില്ല. അവരെന്ത് ചെയ്ത്? ഓൺലൈൻ ഉടമ്പടി ചെയ്ത്. അവർ ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ചാൽ മറ്റ് കോണ്ടിനെൻറ്റിലുള്ള ആൾക്കാർക്ക് ദൈവമായിട്ട് ഇടപെടാനും കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി മാറാൻ വേണ്ടി ദൈവദൃഷ്ടനെ സമർപ്പിതരാകാൻ ദൈവം വിളിക്കപ്പെട്ട ആൾക്കാരാണ് ഉടമ്പടി ചെയ്യുന്നതും ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ദർശനമുണ്ടായി. അതായത് കർത്താവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ പകുതിയോളം കാണിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ചുവന്ന രക്തത്തുള്ളികൾ ഇറ്റു വീഴുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന ആരാധന സമൂഹത്തിലേക്ക് കർത്താവ് തൻ്റെ രക്തത്തുള്ളികൾ തളിക്കുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു, നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, നിന്നെ ശക്തിപ്പെടുത്തുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കൈകൾ വീശിക്കൊണ്ട് ആരാധന. കർത്താവേ, മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ ഇരിക്കുന്നവര്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, മാരക രോഗികള്, ശരീരം മുഴുവനും കർത്താവ് രോഗമുള്ളവര്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രോഗബാധിതര് ഈശോ സ്പർശിക്കണമേ. വാതരോഗികള്, കിഡ്നി രോഗികള്, എപ്പിലെപ്സി രോഗികള് കർത്താവെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര് യേശുവേ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. ഗർഭിണികള്
ഗർഭത്തിൽ കർത്താവേ അബോർഷന് വേണ്ടി കർത്താവെ പറഞ്ഞിട്ടുള്ളവരെ, അതിനുവേണ്ടി വേദനിക്കുന്നവർ കർത്താവെ, ആഗ്രഹമില്ലാത്തവരെ അവിടെ വയറില്, അവിടെ നിറവയറില് കർത്താവെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ശക്തി എല്ലാ ഗർഭിണികളെ സ്പർശിക്കട്ടെ. മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ വിശ്വാസ യാത്രയില് നമ്മൾക്ക് അവസാനം കിട്ടുന്ന എന്താണ്? റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കാം. പക്ഷേ ആ ലേഖനം അവസാനിക്കുന്ന ഹെബ്രായർ 10:36 എന്താ പറയണത്? എൻ്റെ നീതിമാൻ പറഞ്ഞേ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന വിഷയം അവിടെ കൂട്ടിച്ചേർത്തതാണ് പരിശുദ്ധാത്മാവ്. വിശ്വാസയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, നമ്മൾ ദൈവത്തിൻ്റെ ഓൺ കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ടാകും. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾക്ക് ദൈവമായിട്ടൊരു ഇൻറ്റിമസി വരാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം, ദൈവം നമ്മൾക്ക് ഒരു കടക്കാരനായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ നമ്മളല്ലേ കടക്കാർ, എങ്ങനെ ദൈവം കടക്കാരനാകണം? അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക മാനമാണ്. ദൈവപൈതലേ, നീ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയം നിനക്ക് കിട്ടണില്ലെന്ന് വിചാരിച്ചോ? ഇന്നാകാം, നാളെയാകാം, അല്ലെങ്കിൽ ഇന്നലെയാകാം. പക്ഷെ ദൈവത്തിന് ഇന്നലെയും നാളെയും ഇല്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ് ഞാൻ ഇപ്പോഴും നീ ചിന്തിക്കേണ്ടത്, ഇന്നലെ നിൻ്റെ ജീവിതത്തിലെ. അപ്പോൾ ദൈവത്തിന് അത് ഇന്നാണെന്ന് നീ ഓർക്കണം. വർത്തമാനമാണ്. ദൈവം എവർ പ്രസൻറ്റിലുള്ള ആളാണ്, ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇന്നലെ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം ചോദിച്ചു, തന്നില്ല. നീ എന്താ ചോദിച്ചത്? നീ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ നീ കർത്താവിനോട് ചോദിച്ചു, ഇതാണ് കർത്താവെ, ഒരു കുടിയനായ മനുഷ്യൻ എനിക്ക് ഭർത്താവായിട്ട് ഒരിക്കലും തരരുത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കുടിയന്മാരുടെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കത്തില്ല. അത് കണ്ണീരോടെ നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ച മുഴുവൻ അതാണ്. പക്ഷേ നിനക്ക് തന്നത് കൃത്യമായിട്ട് അയാൾ തന്നെ ഇരിക്കും. നീ ആരെ തരണ്ടെന്ന് പറഞ്ഞു അയാളെ തന്നിരിക്കും തന്നത്. അപ്പോൾ എന്താ സംഭവിക്കണത്? ഇത് ആസ്തി വികസനമെന്ന് നമ്മൾ പറയത്തില്ലേ? ആസ്തി വികസനം എന്താ കാര്യം? നീ ഇത് സന്തോഷത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ നിൻ്റെ 10 കൊല്ലത്തെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ ദൈവം നിൻ്റെ കടക്കാരനായി മാറുകയും നിൻ്റെ ആസ്തി വികസിപ്പിക്കുകയും ചെയ്യും. ഇത് നിന്നെ ഇൻറ്റിമസിലോട്ടാണ് വിളിക്കണത്. അത് നീ അറിയണം. നീ ഓർത്ത് ദൈവം എന്നെ കൈവെടിഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എന്നെ കൈവിട്ടുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. നീ ഈ വിഷയം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ എൻ്റെ നീതിമാനായി മാറും. എൻ്റെ നീതിമാൻ വിശ്വാസം പോലും ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ എങ്ങനെ വന്നതാണ്? ദൈവത്തിൻ്റെ തിരുമനസ് അൺകണ്ടീഷണലായിട്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ നിറവേറ്റാൻ ആര് കരുത്ത് പ്രാപിക്കുന്നുവോ അവരെ ഈശോ പറയും മൈ ഓൺ, എൻ്റെതെന്ന് പറയും. നമ്മൾ ലോകത്തിൻ്റെതാണ്, ഭർത്താവിൻ്റെതാണ്, ഭാര്യയുടേതാണ്, മക്കളുടേതാണ്, നാട്ടുകാരുടേതാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരുടെയാണെന്നൊക്കെ പറഞ്ഞാലേ ഇതെല്ലാം 70 കൊല്ലത്തെ ബിസിനസ്സേ ഉള്ളൂ. 70 കൊല്ലം കഴിയുമ്പോൾ ഗുഡ് ബൈ. നീ കർത്താവിൻ്റെതല്ലെങ്കിൽ ഒരിക്കലും നീ ആടതുമാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിന്നെ കളയാതിരിക്കാൻ, അവൻ്റെ സ്വന്തമാകാൻ വേണ്ടി അവനോടുകൂടെ നിനക്കുള്ള ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതിനകത്ത് പലപ്പോഴും കൊടുക്കുക വാങ്ങലുകളിലെ കർത്താവ് നിനക്ക് ഇങ്ങോട്ട് തരാനേ ഉള്ളെങ്കിൽ, അത് നീ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്. അതാണ് പൗലോസ് പറയണത്, ദൈവത്തിൻ്റെ സ്വന്തവും യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്ന് പൗലോസ് പറയത്തില്ലേ? നമ്മൾ 1:6 വായിക്കുമ്പോൾ, റോമ 1:6, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. ഈ സ്വന്തമാണ് ഹെബ്രായ 10:36 എൻ്റെ നീതിമാൻ. പക്ഷേ ഈ എൻ്റെതെന്ന് പറയണതും സ്വന്തമെന്ന് പറയണതും എങ്ങനെയാണ് ആയിത്തീരണത്?
നിന്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. അത് നിനക്ക് ദൈവത്തോട് സന്തോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നീ ദൈവമായിട്ടുണ്ടാക്കുന്ന ഇൻറ്റിമസിയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വന്തമാകണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ കേട്ട പ്രാർത്ഥനയെക്കാളുപരി എൻ്റെ ഇന്ന് വരെ കേൾക്കാത്ത പ്രാർത്ഥനയിലെ എനിക്ക് നിരാശയും സങ്കടവും ഉണ്ടായിരുന്നത് ഇപ്പോൾ സന്തോഷപൂർവ്വം അങ്ങയോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണമായി ഞാൻ കാഴ്ചവെക്കുന്നു. ഓ കർത്താവേ, ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോഴേ എന്നെ മുടിധരിപ്പിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതിക്കട്ടെ. അതായത് 10-ാം തീയതി ഉടമ്പടി എടുത്തു, 15-ന് മെയിലേക്ക് എനിക്ക് ഓഫർ കിട്ടി. 20-ാം തീയതി ഞാനതിൻ്റെ എക്സാക്റ്റ് കാരണം അറിഞ്ഞു. കാരണം എൻ്റെ SOP എഴുതിയിരിക്കുന്നത് വീക്കാണെന്നുള്ളതാണ്. പക്ഷെ റീസൺ വന്നത് ആദ്യത്തെ റിജക്ഷൻ്റെ റീസണാണ് എനിക്ക് അറിയേണ്ടത് എന്നാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അത് തന്നെയാണ് വന്നത്. ആദ്യത്തെ റിജക്ഷൻ്റെ റീസൺ ഞാൻ അറിഞ്ഞു, വീക്കാണ് എൻ്റെ SOP എന്ന്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം, എൻ്റെ ആദ്യത്തെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ SOP ഒരു പക്ഷേ വീക്കായിരിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് SOP പരമാവധി സ്ട്രോങ് ആയിട്ടാണ് ഞാൻ രണ്ടാമത് വെച്ചത്. അപ്പോൾ രണ്ടാമത് റിജക്റ്റ് ആയതിൻ്റെ റീസണും കൂടി ഞാൻ അറിയണ്ടേ. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ഞാൻ ഏജൻസി മാറി. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്കിനി രണ്ടാമത്തെ റിജക്ഷൻ്റെ റീസണും കൂടി അറിഞ്ഞിട്ട് വിസ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി, ഓക്കെ, അല്ലാതെ എപ്പോഴും വിസ വെച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പതിയെ സമയമെടുത്ത് എന്തായാലും ഈ 2 നിയോഗങ്ങളും നടന്നു, ഇനി ഇതും എന്തായാലും നടക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ റിസൈൻ ചെയ്തു, വിസ കിട്ടും എന്നൊക്കെ വെച്ചിട്ട് സെപ്റ്റംബറിൽ ഞാൻ റിസൈൻ ചെയ്തു. ഒക്ടോബറിൽ വിവാഹം, ഒക്ടോബറിലായിരുന്നു രണ്ടാമത്തെ റിജക്ഷൻ. അപ്പം ഞാൻ ഇനി ഡിസംബറിൽ പോയിട്ട് ഇനി മെയ് വരെ ഞാൻ എന്ത് ചെയ്യും? ഒരു ജോലി ഇല്ലാതെ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരിക്കലും ഞാൻ ദുബായിൽ ചെന്നിട്ട് എനിക്കൊരു ജോലി തപ്പേണ്ടി വരും എന്നൊരു സിറ്റുവേഷനൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ വിസ ഇനി എൻ്റെ കയ്യിലില്ല. എന്തെങ്കിലും ഇപ്പം എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ദുബായിൽ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ DHA എക്സാം ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അപ്പം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ഇനി അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. ഇതൊക്കെ പെട്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ. വിവാഹത്തിന് ശേഷം എൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് പോകുന്നു. എനിക്ക് 2 ആഴ്ച കൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. പക്ഷേ അത് ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ്. നിയോഗങ്ങളിലെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊരു ജോലി കിട്ടണമെന്നോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ 2 ആഴ്ച കൊണ്ട് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ഞാൻ 2 ആഴ്ച കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. ഡിസംബർ 13-നായിരുന്നു അത്. പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അവർ പറഞ്ഞു 2 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. ഈ 2 വർഷത്തെ കോൺട്രാക്റ്റ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ ഡ്രീം, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇത് ആക്സെപ്റ്റ് ചെയ്താൽ. 13-ാം തീയതി ഡിസംബർ 13-ന് ഈ ജോലി കിട്ടി. തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ നാട്ടിലും എനിക്ക് ജോലി കിട്ടി, ഇത് മാതാവ് തന്നതാണ്, അല്ലെങ്കിൽ ഒട്ടും പ്രിപ്പയർഡ് ആകാത്ത എനിക്ക് എങ്ങനെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ഡിസംബർ 14-ാം തീയതി ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ റൂമിൽ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. ഇനി എനിക്കൊരു ജോലി കിട്ടിയാൽ ഇതുപോലെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കാനഡയ്ക്ക് പോവുകയും വേണം, ജോലി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ 3-ാമത് വെച്ച എൻ്റെ നിയോഗം, 3-ാമത് ഞാൻ വിസ വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടണം എന്നാണ്. ഇതെൻ്റെ അവസാനത്തെ അറ്റംപ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ കാനഡ നോക്കത്തില്ല, 3-ാമത് വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടണം. പക്ഷേ ഡിസംബർ 15-ാം തീയതി ഈ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നവംബർ 20-ന് ഈ റിജക്ഷൻ്റെ റീസൺ അറിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ഡിസംബർ 15-ന് എനിക്ക് 2-ാമത് റിജക്ഷൻ വന്നതിൻ്റെ റീസൺ എനിക്ക് നീ മെയിലായിട്ട് അയച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡിസംബർ 15 എന്ന ഡേറ്റ് ഇട്ട് ഞാൻ നവംബർ 20 തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് റീസൺ അറിയണമെന്നാണ്. 2-ാമത് റിജക്ഷൻ വെച്ചതിൻ്റെ റീസൺ എനിക്ക് അറിയണം, എന്നാലല്ലേ എനിക്ക് 3-ാമത് വെച്ചാലും എനിക്കത് റെക്ടിഫൈ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഡിസംബർ 15-ാം തീയതി
14-ാം തീയതി തലേ ദിവസം രാത്രി ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം കുരിശ് വരച്ചു, പാസ്പോർട്ടിൽ കുരിശ് വരച്ചു. ഞാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഫോണിൽ ജിമെയിൽ ഐക്കണിൽ ഞാൻ കാശുരൂപം വെച്ച് ഞാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് 5 മിനിറ്റ് മുമ്പുള്ളപ്പോൾ എൻ്റെ ആദ്യത്തെ ഏജൻസി, ആദ്യം ഞാൻ വിസ വെച്ച എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ആഷ്ലി നോർമൽ കോൾ വിളിച്ചു, ഞാൻ എടുത്തില്ല, കാരണം അവിടെ വെച്ച് നോർമൽ കോൾ എടുത്തു കഴിഞ്ഞാൽ പൈസ പോവും. അപ്പോൾ അവർ വാട്സപ്പിൽ വിളിച്ചു, ഞാൻ എടുത്തില്ല, കാരണം ക്ലിയർ ആകത്തില്ല. അപ്പോൾ മാത്രമല്ല, എനിക്ക് ആദ്യത്തെ ഏജൻസിയോടൊരു വിയോജിപ്പുണ്ടായിരുന്നു. അവർ വെച്ച SOP വീക്കായതുകൊണ്ടല്ല എൻ്റെ വിസ റിജക്റ്റ് ആയെന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. അവർ ബോട്ടിമിലും എന്നെ വിളിച്ചു, ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ആഷ്ലി കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാ കൺഗ്രാജുലേഷൻസ്, ഇപ്പം ഇവരുമായിട്ട് എൻ്റെ എല്ലാ ബന്ധവും ഞാൻ നിർത്തിയതാണ്. ആദ്യത്തെ ഏജൻസി ഞാൻ വിട്ടു, വേറൊരു ഏജൻസി ആയി. പിന്നെ ഇവരെന്തിനാ എനിക്ക് കൺഗ്രാജുലേഷൻസ് പറയുന്ന റീസൺ അറിയണമെങ്കിൽ പോലും അത് ഇവർ ത്രൂ അല്ല ഞാൻ അറിയാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതെനിക്കിപ്പോഴും പറയുമ്പം അവർ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ വിസ റിജക്റ്റായ എൻ്റെ ആദ്യത്തെ വിസ അതവർ റീഓപ്പൺ ചെയ്ത് അപ്രൂവലാക്കി എന്നുള്ളതാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരിക്കലും പ്രാർത്ഥിക്കാത്തൊരു കാര്യമാണ്. ഞാൻ വെച്ചത് 3ാമത് വിസ വെക്കുമ്പോൾ എനിക്ക് കിട്ടണം എന്നാണ്. പക്ഷെ എനിക്ക് 3ാമത് പോലും വെക്കേണ്ടി വന്നില്ല. എൻ്റെ ആദ്യത്തെ വിസ തന്നെ, എൻ്റെ റിജക്റ്റായ വിസ അവർ അപ്രൂവ് ആക്കി തന്നു ഈ 15 എന്ന് പറയുന്ന ഡേറ്റിന്. അതാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. വേറൊരു കാര്യം, ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമാണ്, അതും ഈ ഫെബ്രുവരിയിൽ നടന്നു. അത് വേറൊന്നുമല്ല, ഞാൻ ഈ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ള ഡോക്ടർ എൻ്റെ തൈറോയിഡ് ഗ്ലാൻഡിൽ പാൽപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ഒരു വീർപ്പുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം, ആൻറ്റി TPOയും T3 T4 TSHും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് TSH കൂടുതലോ കുറവോ എനിക്ക് നല്ല ഓർമ്മയില്ല, എന്തായാലും നോർമൽ ലെവലായിരുന്നില്ല. ആൻറ്റി TPO വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയും, ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആയിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ജൂൺ 6-ന് തൈറോയിഡിൻ്റെ തൈറോക്സിൻ 50 mg മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈ മരുന്ന് കഴിക്കണം. അങ്ങനെ ഞാൻ കഴിച്ചു. 3 മാസം കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ TSH നോക്കി. TSH നോർമൽ ലെവലാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഈ മരുന്ന് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല, ഇപ്പോഴും 50 mg തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെയും 3 മാസം കഴിഞ്ഞു. ഞാൻ നവംബറിൽ ചെക്ക് ചെയ്തു, TSH പിന്നെ നോർമലാണ്. ഡോക്ടർ പറഞ്ഞു, തൈറോയ്ഡ് ഗുളിക പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ ഡോസ് കുറച്ച് തരാം, 25 mg വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. എന്നാലും വേണ്ട, 50 mg തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഞാനിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്, ഇങ്ങനെ ദുബായിക്ക് പോയി, ഇനി എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു അവിടെ വെച്ച് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഞാൻ ഡിസംബറിലും ജാനുവരിയിലുള്ള ഇവിടെയുള്ള ചൊവ്വാഴ്ചത്തെ രോഗശാന്തി ശുശ്രൂഷ ധ്യാനത്തിന് ശേഷം അച്ഛൻ രോഗശാന്തി ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വേദന ഉള്ളിടത്തും അസുഖമുള്ളിടത്തും ഒക്കെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ആദ്യമൊക്കെ ഞാൻ വെറുതെ കൈവച്ച് പ്രാർത്ഥിക്കും, മാറണമെങ്കിൽ മാറട്ടെ എന്ന രീതിക്കായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുടങ്ങാണ്ട് ഒരു ഗുളിക ഞാൻ എന്തിനു കഴിക്കുന്നു എന്നൊരു ഇത് എനിക്ക് തോന്നി. എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല. എനിക്കൊരു നമുക്ക് എല്ലാവർക്കും ഷുഗർ, പ്രഷർ എന്നൊക്കെ ഉള്ള പോലെ എനിക്ക് തൈറോയിഡ് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തോന്നൽ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കാര്യമായിട്ട് തന്നെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, തൈലം വെച്ച്. എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടുത്തെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ ഞാൻ തൊണ്ടയിലും കൂടി തൈലം വെച്ചിട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഞാൻ ഒന്നും കൂടി TSH നോക്കി. ഞാൻ നോക്കിയപ്പോൾ TSH ലെവൽ ഭയങ്കര കുറവ്. അപ്പം ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നു, പക്ഷെ മാതാവ് എന്താ ഇങ്ങനെ ചെയ്തത്? ഞാൻ TSH എനിക്കിനി ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ TSH ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു. ഇങ്ങനെ മാതാവ് ചെയ്യേണ്ടതല്ലല്ലോ എന്ന് തന്നെ ഞാനിങ്ങനെ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ആഷ്ലി ഇനി മരുന്ന് കഴിക്കണ്ട, ഇത് മരുന്ന് കഴിച്ച് കുറഞ്ഞു പോയതാണ്. എനിക്ക് അത്ര പോലും ചിന്തിക്കാനുള്ളൊരു ബോധം പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. TSH നോർമൽ ലെവലിൽ തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഡോസ് ഒന്ന് കുറച്ചിട്ട് പിന്നെയും കഴിക്കേണ്ടി വന്നേനെ. പക്ഷേ അത് നോർമലിൽ നിന്ന് വല്ലാതെ കുറഞ്ഞത് മരുന്ന് കഴിച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഇനി മരുന്ന് കഴിക്കണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ, എനിക്കിനി മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ പറയുകയാണ് ചെയ്തത്. 3 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെക്ക് ചെയ്തു. TSH നോർമൽ ലെവലിൽ തന്നെ ആയിരുന്നു. പക്ഷേ അത് നോർമലിൽ നിന്ന് വല്ലാതെ കുറഞ്ഞത് മരുന്ന് കഴിച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഇനി മരുന്ന് കഴിക്കണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ, എനിക്കിനി മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ പറയുകയാണ് ചെയ്തത്.
ഇതാണ് എനിക്ക് ഈ ആൾക്കാരെ നിൽക്കാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷവും ഒരുപാട് നന്ദിയും ഞാൻ കൃപാസന മാതാവിനും ഈശോയ്ക്കും അർപ്പിക്കും.